ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു കുഞ്ഞിനെ കാണാതായി. സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ കുഞ്ഞിനെ കാണാതായിട്ട് തിരച്ചില്ലായിരുന്നു. കൺമണി എന്ന് പറയുന്ന ചെറിയൊരു മോള് സ്വന്തം അമ്മയുടെ കൈയും പിടിച്ച്, അമ്മയാണെങ്കിൽ കുക്കറിൻ്റെ വാഷർ വാങ്ങാൻ വേണ്ടി പോയതാണെന്നാണ് ഭർത്താവിനോട് ഫോൺ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞിനെ കാണാതാവുന്നു. പിന്നെ ഈ പോയ ആൾ തിരിച്ചു വരുമ്പോഴേക്കും കൂടെ കുഞ്ഞില്ല. വീട്ടുകാർ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ആൾ പറഞ്ഞു കുഞ്ഞിനെ ബസ്സിൽ നിന്നും കാണാതായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾ ഒഴിഞ്ഞു മാറി. അങ്ങനെ തിരച്ചിൽ തുടങ്ങി. അവസാനം കുഞ്ഞിനെ കിട്ടി കേട്ടോ. പക്ഷേ എന്താ പറയുക, ജീവനില്ലാത്ത ചേതനയേറ്റ ശരീരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞാണെങ്കിൽ അംഗൻവാടിക്കും എല്ലാം പോകുന്നൊരു കുട്ടിയാണ്. പക്ഷേ അന്നേ ദിവസം തന്നെ കുഞ്ഞ് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ആ ഒരു രീതിയിൽ നിന്നതാണ്. പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ പറഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോന്നും പറഞ്ഞ് ഈ സ്വന്തം അമ്മ തന്നെയാണ് കുഞ്ഞിനെ അംഗൻവാടിയിലും കൊണ്ടുവിട്ടത്. പക്ഷേ ഒരു അമ്മയ്ക്കും, സുബോധമുള്ള ഒരു അമ്മയ്ക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. കാരണം നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത്? ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്ന് കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? പക്ഷേ ഇതൊരു അമ്മയാണോ എന്നുള്ളതാണ്. ഒരു അമ്മയ്ക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റി? പിന്നെ ഈ ഒരു സ്ത്രീയുടെ അമ്മ സംസാരിക്കുന്നത് കേട്ടു. അവർ പറഞ്ഞത് ഈ സ്ത്രീക്ക് പിന്നെ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധി കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാർത്തകളിൽ കേൾക്കാനിടയായി. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല? അവരെന്തുകൊണ്ട് ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല? അവർക്ക് കറക്റ്റ് ആ ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് ഭർത്താവിൻ്റെ ഫോൾട്ടും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അയാളുടെ കൂടെയല്ലേ ഈ ഭാര്യ ജീവിക്കുന്നത്. നമുക്ക് കുറ്റപ്പെടുത്തേണ്ടി വരും ഇവിടെ. സ്വന്തം ഭാര്യയെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ ആ ഭർത്താവ് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ പക്ഷേ ആ വീട്ടുകാർ പറയുന്നതാണോ കള്ളത്തരം? ആ കുഞ്ഞിൻ്റെ അച്ഛന് പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അതും കേട്ടു. ശരിക്കും നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാവം മനുഷ്യനാണ്. ചില വാർത്തകളിൽ പറയുന്നുണ്ട് കുടുംബ പ്രശ്നമെന്ന്. പക്ഷേ അവരെ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നക്കാരായിട്ട് തോന്നുന്നില്ല. ഭർത്താവിൻ്റെ അമ്മയും അത്യാവശ്യം നല്ല രീതിയിലാണ് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചത്. ഈ കുഞ്ഞിൻ്റെ അച്ചമ്മ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടു. ആ അച്ചമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് ഒന്നും കൊടുക്കില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ല, എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്ത്രീ തന്നെ കഴിക്കും, മക്കൾക്കൊന്നും കൊടുക്കില്ല. മക്കൾ പറയുന്നുണ്ട് എനിക്ക് അമ്മയെ വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്വന്തം അമ്മയെ മക്കൾ അങ്ങനെ പറയൂ? പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യം നമ്മളിങ്ങനെ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മളും ഒരു പാരൻ്റല്ലേ, ഒരു ഉമ്മയല്ലേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മൾ നമ്മുടെ മക്കളെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് എന്താ പറയുക, ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരെ അവർ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പാരൻ്റാണ്. അതേപോലെ തന്നെ ആയിരിക്കില്ല എല്ലാ അമ്മമാരും. പക്ഷേ ഇവർക്ക് മാത്രം എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, പിന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആൾ പറയുകയാണ് ഇവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് അവരോട് ക്യാഷിന് ചോദിച്ചു. അപ്പോൾ ഈ പിന്നെ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഹസ്ബൻഡിന് തീരെ വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. ആ സന്ധ്യയുടെ പിന്നെ അമ്മയും സഹോദരിയും പറയുന്ന കാര്യങ്ങൾ മാത്രമേ സന്ധ്യ കേൾക്കുള്ളൂ. അങ്ങനെ സന്ധ്യ അവരോട് ക്യാഷിന് കടം ചോദിക്കുന്നു. 1,00,000 രൂപ അവർ സന്ധ്യക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വാർത്തയിൽ വന്നത്. പക്ഷേ ഈ ഭർത്താവിന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ല. എന്തിനാണ് ഭർത്താവ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടൊരു ക്യാഷ്? മീൻസ് ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് അത് ഒന്നാണ്. എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഭർത്താവ് നമുക്ക് ചെയ്തു തരും. അല്ലാതെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ആ ഒരു എന്താ പറയുക ജീവിക്കാൻ വേണ്ടി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അല്ലാതെ ഭാര്യയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാഷിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാ നാടുകളിലും നടന്നു പോകുന്നത് അങ്ങനെയാണ്. ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് ഒരു വഴിക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു കാറിനുള്ളിൽ ഒന്നിച്ച് പോകും.
ഇപ്പം അങ്ങനെയല്ല, ഭാര്യയ്ക്ക് വേറെ കാറ്, ഭർത്താവിന് വേറെ കാറ്. ഇപ്പം ഇത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊരു കറക്കം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കുന്നത് എവിടെയാണെന്നറിയോ? ഒന്നുകിൽ ഡിവോഴ്സിൽ. ഫ്രണ്ട്സുമായിട്ട് അങ്ങ് കൂടുതൽ അങ്ങ് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ, ഭർത്താവില്ലാതെ കൂടുതൽ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി കിട്ടും, അത് ഉറപ്പാണ്. കാരണം പിന്നെ അവസാനം അവർക്ക് ഈ ഭർത്താവ് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അവരാഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കറക്കങ്ങളാണ്. പെണ്ണുങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി കറങ്ങുക. ഞാൻ പറഞ്ഞില്ല, കറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല, കൂടെ ഭർത്താവിനെയും കൂടെ കൂട്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാം. പക്ഷേ നമ്മൾ ഹസ്ബൻഡിനൊരു വാല്യൂ കൊടുക്കണം. അങ്ങനെ ഈ ഒരു സ്ത്രീ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു കൊന്നു. ആൾ കുറ്റസമ്മതം നടത്തി. ഇപ്പോഴും ആളുടെ അറസ്റ്റ് ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും. കുഞ്ഞിൻ്റെ ആണെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ശരീരം ഇങ്ങനെ കിടത്തിയത് കാണുമ്പോഴേ നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞ, ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഭർത്താവ് പറയുന്നില്ല അവൾക്ക് പ്രശ്നങ്ങളില്ല, അവൾ വെറുതെ പറയുകയാണ്. പിന്നെ ഈ മക്കളെ മുമ്പും കുറേ പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി വാർത്തകളിലൊക്കെ കേട്ടു. പക്ഷെ എന്താല്ലേ, ഇങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ നിർത്തിയത് തന്നെ വലിയൊരു തെറ്റ്. ഒരിക്കലും ഇങ്ങനെയൊരു ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള സ്ത്രീകളുടെ കൂടെ നമ്മൾ ഒരിക്കലും കുട്ടികളെ നിർത്തരുത്. കാരണം അവർക്ക് എപ്പോഴാണ് എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങനെ കൊല്ലില്ലല്ലോ അല്ലേ. അവരുടെ ലൈഫ് പോയി, കുഞ്ഞിൻ്റെ ജീവിതം പോയി. അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു മകനും കൂടിയുണ്ട്, ആ കുഞ്ഞിൻ്റെ ജീവിതം പോയി. ആ കുഞ്ഞിനൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഇനി സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം സ്വന്തം സഹോദരി ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിന് ആ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ അത് കാണേണ്ടി വരുന്ന ഒരവസ്ഥ, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നാട്ടിൽ കൂടുതലും സ്ത്രീകൾ ഇങ്ങനെയാണ് അഴിഞ്ഞാടിയും ഒക്കെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ദുരൂഹത ഇതിൻ്റെ പിറകിലുണ്ടാവും. ഇനി അതൊക്കെ തെളിയണം, എല്ലാം പോലീസ് കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ, ആ കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ആ ഒരു ശരീരം കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, വിങ്ങി പൊട്ടുകയാണെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പം നിങ്ങൾ ആരാണെങ്കിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ കൗൺസിലിങ്ങോ കാര്യങ്ങളോ തേടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ത്രീകളോടും കൂടിയാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് ജീവിക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്നു പറയുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ. മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ ഒരിക്കലും എന്തു പറയുക, അതിൻ്റെ കീ കൊടുക്കരുത്. നിങ്ങൾ പൂട്ട് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അതിൻ്റെ കീയും നിങ്ങളുടെ കയ്യിലായിരിക്കണം. പൂട്ട് നിങ്ങളുടെ കയ്യിലാണ്, കീ മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ കുട്ടിക്ക് എന്താ പറയുക, കുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.